എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ സ്പോട്ട് അഡ്മിഷൻ ഈ ഒരു ഓഗസ്റ്റ് 7-ാം തീയതി മുതൽ ഓഗസ്റ്റ് 13-ാം തീയതി വരെ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വെച്ച് നടക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 6-ാം തീയതി വരെ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പോളിടെക്നിക് കോളേജിൽ നേരിട്ട് പോയിക്കൊണ്ടോ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ നടത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ആയിട്ടുള്ള അതായത് polyadmission.org എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ അതുപോലെ തന്നെ റെഗുലർ 2024-25 എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ മാത്രമാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് വേണ്ടത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് അപേക്ഷകൻ SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത പരീക്ഷ പാസ്സായിട്ടുണ്ടായിരിക്കണം. എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് കണക്ക്, സയൻസ്, ഇംഗ്ലീഷ് വിഷയങ്ങളും നോൺ എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് കണക്ക്, ഇംഗ്ലീഷ് വിഷയങ്ങളും പഠിച്ചിരിക്കേണ്ടതാണ്. അത് 10ാം ക്ലാസ്സിലാണ് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ അപേക്ഷയിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന മൊബൈൽ നമ്പർ അപേക്ഷകൻ്റേതായിരിക്കണം. പ്രവേശന പ്രക്രിയ കഴിയും വരെ ഇത് നിലനിർത്തേണ്ടതാണ് ഇതേക്കുറിച്ച് നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഡീറ്റെയിൽസും ഇതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുമ്പോൾ തുടക്കത്തിൽ ലഭിക്കുന്ന GRN നമ്പർ വളരെ പ്രധാനപ്പെട്ടതും അപേക്ഷകർ നിർബന്ധമായിട്ടും അത് സൂക്ഷിക്കേണ്ടതുമാണ്. ഫീ പേയ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള എല്ലാ അന്വേഷണങ്ങൾക്കും ഈ ഒരു GRN നമ്പർ നിർബന്ധമാണ് എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് എക്സാമാണ് പാസ്സായിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. SSLC ആണെങ്കിൽ SSLC, ഇയർ ഓഫ് പാസിംഗ്, എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് ഈ ഒരു അപേക്ഷ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള പ്രോഗ്രാംസ് ഇവിടെ ഇൻടേക്ക് എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു കോഴ്സിൽ എത്ര വിദ്യാർത്ഥികളെ അഡ്മിറ്റ് ചെയ്യാം, അതായത് എത്ര വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോഴ്സിൽ അഡ്മിഷൻ നൽകാം എന്നുള്ളതാണ് അത് ഇവിടെ ഇൻടേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് പരിശോധിക്കാം. ചെക്ക് ചെയ്യില്ല, ജസ്റ്റ് നിങ്ങൾക്ക് എത്ര വേക്കൻസി ഉണ്ട്, ഏത് കോഴ്സിലാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഈ ഒരു ഓൺലൈനായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ നൽകി കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. ഇവിടെ പ്രിൻ്റ് സബ്മിറ്റഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അതായത് ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ നൽകാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അക്ഷയ വഴി അപേക്ഷിക്കുക. അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് 6-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അതുപോലെ ഓരോ പോളിടെക്നിക് കോളേജിലും എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് വേക്കൻസി പൊസിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേക്കൻസി കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ ഏത് ജില്ലയിലാണോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന പോളിടെക്നിക് കോളേജ് ഏതാണോ ആ ഒരു പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ആ ഒരു കോളേജിൽ എത്ര സീറ്റ് വേക്കൻസി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജനറൽ കാറ്റഗറിയിൽ ഇവിടെ സീറ്റ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ ഒരു സീറ്റിലേക്ക് ഏതൊരു വിദ്യാർത്ഥിക്കും അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി ഇതിൽ കൊടുത്തിട്ടുള്ളത് അതായത് നിങ്ങളുടെ ജാതിയോ അല്ലെങ്കിൽ VHSC THSLC ഇതിൽ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും വിദ്യാർത്ഥികൾ അത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള സീറ്റ് വേക്കൻസികൾ നിങ്ങൾക്ക് ഇതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ SSC ST ആണെങ്കിൽ ഓരോ കോഴ്സിലും എത്ര വീതം സീറ്റ് നിങ്ങൾക്ക് ഈ റിസർവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോഡാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ME CE എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അതുപോലെ EE എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതുപോലെ ME എന്ന് പറഞ്ഞാൽ മെക്കാനിക്കലാണ്. അതുപോലെ തന്നെ ഓരോ കോഴ്സിൻ്റെ കോഡിനും കൃത്യമായിട്ടുള്ള ആ ഒരു പൂർണ്ണമായിട്ടുള്ള രൂപം അറിയാനായിട്ട് നിങ്ങൾക്കിവിടെ
ഹോം പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഈ ഒരു ഡൗൺലോഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കോഴ്സ് ആൻഡ് അതായത് പ്രോഗ്രാംസ് ആൻഡ് കോഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അനക്സ്റ്റർ 2 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് കാണാം. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിൽ കറക്റ്റായിട്ട് എന്താണ് ആ ഒരു കോഴ്സിൻ്റെ ഫുൾ ഫോം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ രീതിയിൽ വേക്കൻസി പൊസിഷൻ പരിശോധിക്കാം. വേക്കൻസി പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കോളേജിലും എത്ര വീതം വേക്കൻസീസാണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഏത് കോളേജിലാണോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കോളേജ് സെലക്ട് ചെയ്ത് അവിടെ എത്ര വീതം വേക്കൻസി ഏതൊക്കെ കോഴ്സുകളിലാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ചില പോളിടെക്നിക് കോളേജിൽ കുറേ വേക്കൻസി ഉണ്ട്, ചില പോളിടെക്നിക് കോളേജിൽ കുറേ വേക്കൻസി ഇല്ല. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് വേക്കൻസീസിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യുകയും അതിനുശേഷം അതായത് നിങ്ങൾക്ക് ഏത് ജില്ലയിലാണോ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് പോളിടെക്നിക് കോളേജ് കൂടി സെലക്ട് ചെയ്ത് അവിടെ എത്ര വീതം വേക്കൻസീസ് ആണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വേക്കൻസി കൂടി കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുകയും അതുപോലെ തന്നെ നിലവിൽ എവിടെയും അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികളോ അതുപോലെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളോ വീണ്ടും പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതില്ല. ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യേണ്ടതില്ല. എന്നാൽ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അതിനുശേഷം ഈ ഒരു 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെ സ്ഥാപന അടിസ്ഥാനത്തിൽ അതത് പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്ന സ്പോട്ട് അഡ്മിഷനുകളിൽ വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റിൽ ഷെഡ്യൂൾ പ്രസിദ്ധീകരിക്കും. ചിലപ്പോൾ നിങ്ങൾ രാവിലെ 10:30 അതിനു മുമ്പായിട്ടൊക്കെ എത്താനായിട്ടൊക്കെ പറയും. അത് കൃത്യമായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ ഈ ഒരു നീല കളറിൽ കാണുന്ന ഈ ഒരു സൈഡിലായിട്ടുള്ള വേക്കൻസി പൊസിഷൻ കൊടുത്തതുപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ ഷെഡ്യൂൾ കൊടുക്കും. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു ഷെഡ്യൂൾ പരിശോധിച്ച് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന പോളിടെക്നിക് കോളേജിൽ എപ്പോഴാണ് ഹാജരാവേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള സമയവും ഡേറ്റും കൃത്യമായി മനസ്സിലാക്കി ആ ഒരു പോളിടെക്നിക് കോളേജിൽ അഡ്മിഷനായിട്ട് പോവേണ്ടതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതും അവിടെ നിന്നും ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് ഏത് കോഴ്സിലാണ് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമെന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിച്ച് നിങ്ങൾക്ക് അവിടെ നിന്നും അഡ്മിഷൻ നൽകുകയുമാണ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ബോണസ് പോയിന്റ് ഉണ്ടെങ്കിൽ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഇതുപോലുള്ള നിങ്ങൾക്ക് ബേസിക്കായിട്ട് അപേക്ഷ നൽകാനുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് വേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ THSC VHSC സർട്ടിഫിക്കറ്റ് ഉള്ളവർ അതുകൂടി ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിൻ്റെ റിസർവേഷനിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.